യുവ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. വേടന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്നും കോടതി ചോദിച്ചിരുന്നു. വിവാഹ വാഗ്ദാനം നൽകിയാണ് വേടൻ പീഡിപ്പിച്ചതെന്നും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം ഉപേക്ഷിച്ചു പോയത് തന്നെ മാനസികമായി തകർത്തു എന്നുമായിരുന്നു പരാതിക്കാരിയുടെ വാദം. അതേസമയം ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ ഒളിവിൽ തന്നെയാണ് എന്ന് കൊച്ചി കമ്മീഷണർ പുട്ട വിമലാദിത്യ പ്രതികരിച്ചു. ഡാനി പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ഒരു സമയത്ത് പോലീസ് വേടന് സംരക്ഷണം ഒരുക്കുന്നു എന്നതടക്കമുള്ള വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്ന സാഹചര്യമുണ്ടായിരുന്നു. അതേസമയം കോടതിയുടെ പരിഗണനയിലേക്ക് കേസ് വന്നപ്പോൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഇല്ല എന്ന് കോടതി പറഞ്ഞു. ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? കോടതി 3 മണിയോടുകൂടിയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഏതായാലും ഈ കേസിൽ വാദങ്ങൾ ഇരയുടെ ഭാഗത്തുനിന്ന് ഇന്നലെ അവർക്ക് പറയാനുള്ളത് എന്ത് എന്നത് കോടതി ചോദിച്ചിരുന്നു. ഒപ്പം അവർ കക്ഷി ചേർക്കുമ്പോൾ അവർ ഒരു കാര്യം പറഞ്ഞത് മറ്റു കേസുകളും ഇതുപോലെ തന്നെ ഇത്തരം പരാതികൾ വേടനെതിരെ വന്നിട്ടുണ്ട് എന്നത് പറഞ്ഞു. കോടതി അത് പറഞ്ഞത് മറ്റു കേസുകളുടെ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഇതിൽ പരിഗണിക്കേണ്ടതില്ല എങ്കിൽ കൂടിയും എന്താണ് നിലവിലുള്ള മറ്റു കേസുകൾ എന്നത്, മറ്റു സ്റ്റേഷനുകളിൽ വേടനെതിരായ പരാതികളുടെ സ്വഭാവം എന്താണ് എന്നത് കോടതി ഹാജരാക്കാനായിട്ട് സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി ഇന്ന് കോടതിക്ക് മുൻപാകെ വരും. നിലവിൽ ഇതിന്റെ ഒരു തീർപ്പാകും വരെയും കോടതി വേടന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഇയാൾ ഒളിവിൽ തന്നെയാണ്, അന്വേഷണം തുടരുന്നു എന്ന രീതിയിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യനോട് പ്രതികരിച്ചത്. എന്തായാലും കോടതിക്ക് മുൻപാകെ വന്ന വാദങ്ങൾ ഇതെല്ലാം തന്നെ പരിഗണിക്കുമ്പോൾ കോടതി പറഞ്ഞൊരു കാര്യം, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം അതെങ്ങനെ ബലാത്സംഗമാകുമെന്ന് കോടതി ചോദിച്ചിരുന്നു. പ്രധാനമായും അത് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവിന്റെ കൂടി ഒരു അടിസ്ഥാനത്തിലെല്ലാം തന്നെയാണ് ഇത്തരം ഒരു ചോദ്യം ഉന്നയിച്ചത്. ഈ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകുമ്പോഴെല്ലാം ബലാത്സംഗമായി കണക്കാക്കാനാകില്ല എന്നതടക്കം കോടതി പറയുകയും ചെയ്തു. ഏതായാലും അത്തരം നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. നിലവിൽ കേസ് 3 മണിയോടുകൂടി പരിഗണിക്കും. മറ്റ് കേസുകൾ വേടനെതിരായ മറ്റ് ആരോപണങ്ങൾ വന്നിരിക്കുന്നത്, മറ്റ് പരാതികൾ വന്നിരിക്കുന്നത്, അതിന്റെ സ്വഭാവം കൂടി കോടതിയെ അറിയിക്കാനായിട്ടും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ അത്തരം വിശദാംശങ്ങൾ കൂടി ഇന്ന് കോടതിയിൽ അറിയിക്കും. ശരി ഡാനി.